കാരണം ഒരു പകലിന്റെ മുഴുവൻ വിശേഷങ്ങളും അന്ന് അംഗനവാടിയിൽ നടന്ന കളിചിരികൾ നമ്മൾ ചോദിച്ചറിയും കുട്ടികളിൽ നിന്ന്. എന്തൊക്കെയാണ് എന്നുണ്ടായത്, അവളോട് ചെറിയ കൊഞ്ചലും ചിരിയും എല്ലാമായി ഇതെല്ലാം നമ്മൾ പങ്കുവെക്കാറുണ്ട്. കാരണം അതത്രയും ആ സ്നേഹവാത്സല്യങ്ങളാണ്. അത് നുകർന്നുകൊണ്ടാണ് ഒരുപക്ഷെ ഭക്ഷണത്തിനേക്കാളേറെ ആ വാത്സല്യങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അവിടെയാണ് ഈ രീതിയിലുള്ള അപഭംശങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ കരുതലിന്റെ കരങ്ങളിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്ന രീതിയിലേക്ക് അടക്കം പോവുക. ഇപ്പോഴും ഒരു അവിശ്വസനീയത അതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു കുലുക്കവുമില്ലാതെ ഒരു സ്ത്രീ പറയുന്നു, കുട്ടിയെ വലിച്ചെറിഞ്ഞ്, അതും ഈ തണുപ്പ് നദിയുടെ ഒരു ആഴങ്ങളിലേക്ക് അതിനെ വലിച്ചെറിഞ്ഞു എന്നെല്ലാം തന്നെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കത് കേട്ടു നിൽക്കാനാവുക എന്നതാണ്. കാരണം ഒരുപക്ഷെ തുടക്കത്തിലെ അവരത് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര കണ്ട തിരച്ചിലെല്ലാം തന്നെ ഒരുപക്ഷെ അതൊരു ഫലവത്താവുന്ന രീതിയിലേക്കെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്കിലും കഴിയുമെന്ന്. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു സൂചനയും നൽകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ അനുമാനങ്ങളിൽ നിന്നാണ് ഒടുവിൽ കുഞ്ഞു കല്യാണി ഈ പുഴയുടെ തണുപ്പിന്റെ ആഴങ്ങളിലാണ് എന്ന് അവർ തിരിച്ചറിയുന്നത് പോലും. അത്തരം സംഭവങ്ങൾ ഇത് വലിയ രീതിയിലെ നടുക്കങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സത്യത്തിൽ ഇപ്പോൾ ഓർത്തു പോകുന്നത് ഇതിനു മുൻപ് നമ്മൾക്ക് അറിയാവുന്ന വൈഗയുടെ മരണമാണ്. വൈഗയും ഇതുപോലെ അല്പം കൂടി പ്രായമുള്ളൊരു കുട്ടിയാണ് എങ്കിൽ കൂടി പിതാവിനാലാണ് അത് കൊല്ലപ്പെടുന്നത്. ആ കുട്ടി കൊല്ലപ്പെടുന്നത് പിതാവിനാലാണ്. അതും ഇതേപോലെ കൊലപ്പെടുത്തിയ ശേഷം അത് ഏലൂർ പുഴയിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് അവളെ ആ ശരീരം മറ്റുള്ളവരാണ് കണ്ടെടുക്കുകയും ചെയ്യുന്നത്. ഇത് വീണ്ടും അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മറ്റൊന്നും സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഈ രീതിയിൽ രക്ഷകരാകേണ്ട കൈകൾ തന്നെ ഇങ്ങനെ ഈ കുരുതിയിലേക്കെല്ലാം നീങ്ങുന്നത് എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രീതിയിലുള്ള പ്രസ്താവനകൾ രണ്ട് കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇപ്പോഴിവിടെ മതപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. കല്യാണിയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കമായിരിക്കുന്നു എന്നതാണ്. അവളുടെ ഇന്നലെ വരെയും എല്ലാം തന്നെ ഓടി നടന്നിരുന്ന മുറ്റത്ത് ഇന്നിപ്പോൾ അവൾക്ക് യാത്രയാക്കുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് അവളോട് യാത്രാമൊഴി പറയുന്നു. ഇപ്പോൾ അത്തരം പ്രാർത്ഥനകളിലേക്ക്, ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു. കണ്ണീർ വാർക്കുന്ന മുഖങ്ങളുമായിട്ട് ഓരോരുത്തരും അത് പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു പൊട്ടിക്കരച്ചിലേക്ക് തന്നെയാവും അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഉണ്ടാകുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നാട്ടിട വഴികളും ചുറ്റുപാടുമുള്ള വീടുകളും എല്ലാം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മുഴുവൻ നിറയുന്ന പുരുഷാരമാണ് ഇവിടെയുള്ളത്. അതിൽ സ്ത്രീ പുരുഷ ഭേദമില്ല. കുട്ടികൾ എല്ലാവരും തന്നെയുണ്ട്. കാരണം ഒരുപക്ഷെ അവർക്കെല്ലാം കുറെ കൂടി കുട്ടികൾക്കെല്ലാം അടുത്ത പരിചയമുള്ള ആളുകൾ, അവളുടെ കളിക്കൂട്ടുകാർ, അംഗനവാടികളിൽ അവരിൽ പലരും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വൈകാതെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ഇതിനുശേഷം ഇവിടെയുള്ള തിരുവാണിയൂർ പൊതു ശ്മശാനത്തിലേക്കാണ് കുഞ്ഞു കല്യാണിയുടെ ഒരു അവസാന യാത്ര എത്തുക എന്നതാണ്. ഇവിടെ മുഴുവൻ നിൽക്കുന്നവരെല്ലാവരും തന്നെ ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. മറ്റൊന്നും തന്നെയും ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും പൂർണ്ണമായും ഈ നിമിഷം അവളിലേക്ക് തന്നെ, കല്യാണിയിലേക്ക് തന്നെ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അവസാന പ്രാർത്ഥനയും അത് പൂർത്തിയാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പൊതു ശ്മശാനത്തിലേക്കുള്ള അവളുടെ അന്ത്യയാത്രയിലേക്ക് കടക്കും. ശരി. എന്തിനാണ് ഏറ്റുപേടിക്കുന്നത്? എന്തിനാണ് ഞാൻ പറഞ്ഞു
കസേരയൊക്കെ പുറകോട്ട് എല്ലാവരും ഇച്ചിരി ആകുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടില്ല എല്ലാവരും Gracias.